ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വിത്ത് ജനുജി. നമ്മൾ ചിലപ്പോഴൊക്കെ പറയും, ചില സുഹൃത്തുക്കളൊക്കെ വിളിക്കുമ്പം കുറേ ദിവസമായി വിളിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഒരിക്കൽ വിളിച്ചപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ പറയും, അല്ലടാ നീ ഇപ്പോൾ എവിടെയാണ്, നിന്നെ ഒരുപാട് തവണ വിളിച്ചല്ലോ. ഓ, ഞാൻ വിദേശത്താണ്. ചിലപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തിനെ കുറേ കാലമായിട്ട് കാണുന്നില്ല. പെട്ടെന്ന് നമ്മൾ റോഡിൽ വെച്ച് കാണുമ്പോൾ, എടാ നിന്നെ കുറേ കാലമായല്ലോ കണ്ടിട്ട്, നീ എവിടെയായിരുന്നു? ഞാൻ വിദേശത്തായിരുന്നു. ചിലപ്പോൾ നമ്മൾ പറയും, എടാ ഞാനിപ്പോൾ വന്നെന്തിനാണെന്നറിയോ, അടുത്ത മാസം എൻ്റെ മകളുടെ കല്യാണം, അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരിക്കുമോ? അയ്യോ സോറി, ഞാൻ വിദേശത്തായിരിക്കും, ഞാൻ വിദേശത്താണ്, ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ വിദേശത്തായിരിക്കും. മൂന്ന് ടൈമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഇവിടെ ഈ കാര്യം പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. There are 3 types of verbs: doing verbs, being verbs and having verbs. നമ്മൾ സാധാരണ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് വേർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പഠിച്ചത്. പക്ഷേ ഇപ്പം നമ്മൾ പറയുകയാണ്, ഇംഗ്ലീഷിനെ സംബന്ധിച്ച് there are 3 types of verbs. That is, first one, doing verbs. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന, അതിനെ ആക്ഷൻ verbs എന്ന് വിളിക്കും. ഡു ചെയ്യുകയാണല്ലോ, doing verbs. ഫോർ എക്സാമ്പിൾ, റൺ, വാക്ക്, റൈറ്റ്, സ്പീക്ക്, ഇതൊക്കെ പ്രവൃത്തികളാണ്. അതിനെല്ലാം ഡൂയിങ് വേർബ്സിൽ പെടുത്തും. അപ്പം പ്രവൃത്തി മാത്രമല്ല, ബീയിങ് വേർബ്സ്. ബീയിങ് മീൻസ് സ്റ്റേറ്റ്. നമ്മുടെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതിനും ആ വേർബുകളും ബീയിങ് വേർബ്സിൽ വരും. അതും വേർബുകളാണ്, അത് ബീയിങ് വേർബ്സ് ആണ്, അവസ്ഥയാണ് ബീയിങ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ടയേർഡ്. ഐ ആം ടയേർഡ് മീൻസ് ഞാൻ ക്ഷീണിതനാണ്, എൻ്റെ ഒരു അവസ്ഥയാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്, എൻ്റെ ഒരു അവസ്ഥയാണ്. ഐ ആം സാഡ്, ഞാൻ ദുഃഖിതനാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടി സാമാർ, ഓസ്വർ ഇതൊക്കെ ഉപയോഗിക്കും. അത് സ്റ്റേറ്റ് വേർബ്സ് ആണ്, ബീയിങ് വേർബ്സ് ആണ്. ഇനി മൂന്നാമത്തേതുണ്ട്, അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഒന്നുകൂടി പറയാം, ഹാവിങ് വേർബ്സ്. ഹാവിങ് മീൻസ് പൊസഷൻ, നമ്മുടെ ഉടമസ്ഥയെ സൂചിപ്പിക്കുന്ന ഹാവ്, ഹാസ്, ഹാഡ് ഇങ്ങനെ തുടങ്ങിയ പദങ്ങൾ വരും. അത് ഹാവിങ് വേർബ്സ് എന്നാണ് പറയുക. അപ്പം അതും വേർബാണ് ഇംഗ്ലീഷിൽ. അപ്പം ആക്ഷൻ വേർഡ്സ് മാത്രമല്ല, ബീയിങ് വേർബ്സും ഹാവിങ് വേർബ്സും ഇംഗ്ലീഷിനെ സംബന്ധിച്ച് വേർബാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബീയിങ് വേർബ്സ് ആണ് പഠിക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ റൂട്ട് ഫോം ഉണ്ട്, അതാണ് ബി എന്ന് പറയുന്നത്. BEB റൂട്ട് ഫോമാണ്. ആ ബിയുടെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് നേരത്തെ പഠിച്ചതാണ്. അവിടെയാണ് നമ്മൾ പഠിച്ചത് ബി എ ഗുഡ് ബോയ്, ഡോണ്ട് ബി എ ബാഡ് ബോയ്. ഓർക്കുന്നുണ്ടാവും. ബി മീൻസ് ആയിരിക്കുക, നല്ല കുട്ടിയായിരിക്കുക, ചീത്ത കുട്ടിയാവരുത്. അത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പഠിച്ചു പോയ ഒരു കാര്യമാണ്. അപ്പം ബി റൂട്ട് ഫോം. ഇനി ഇതിൻ്റെ ഒരു പ്രസൻറ്റ് ഫോം ഉണ്ട്, അതാണ് ഈസ്, ആം, ആർ. ആകുന്നു എന്നർത്ഥത്തിൽ 3 പദങ്ങൾ, ഈസ്, ആം, ആർ. അത് പ്രസൻറ്റ് ഫോമാണ്. അതും നമ്മൾ വിശദമായി പഠിച്ചതാണ്. ഇനി ഈ 3 പദങ്ങൾക്കും കൂടി പാസ്റ്റ് ഫോം ഉണ്ട്, വോസ് അല്ലെങ്കിൽ വേർ. ആയിരുന്നു എന്നർത്ഥത്തിൽ 2 പദങ്ങൾ. ഈസിൻ്റെയും ആമിൻ്റെയും പാസ്റ്റൻസ് ആണ് വോസ്, ആറിൻ്റെ പാസ്റ്റൻസ് ആണ് വേർ. സിംഗുലർ വരുമ്പം വോസ് ഉപയോഗിക്കും, പ്ലൂരൽ വരുമ്പം വേർ ഉപയോഗിക്കും. ഐ വോസ്, ഹി വോസ്, ഷീ വോസ്. സിംഗുലർ വരുമ്പം വോസ്. പ്ലൂരൽ വരുമ്പം ദേ വേർ, യു വേർ, വി വേർ. അവിടെയൊക്കെ വേർ ഉപയോഗിക്കും. ഇനി ഇതിനെല്ലാം കൂടി ഒരു ഫ്യൂച്ചർ ഫോം ഉണ്ട്, അതാണ് ഷാൽ ബി അല്ലെങ്കിൽ വിൽ ബി. ഷാൽ ബി, വിൽ ബി. പക്ഷേ ഷാൽ ബി അത്ര അധികം ഉപയോഗിക്കാറില്ല, വിൽ ബി ആണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും ഓർക്കുക, ഈസാം ആർ പ്രസൻറ്റ് ടെൻസ്, വോസ് വേർ പാസ്റ്റ് ടെൻസ്, വിൽ ബി ഫ്യൂച്ചർ ഫോം. അപ്പം നേരത്തെ പറഞ്ഞ ബി ഹാസ് 8 ഫോംസ്. ബിക്ക് 8 ഫോം ഉണ്ട്. ബി റൂട്ട് ഫോമാണ്. ഈസാമാർ 3 വരുന്നു, അത് പ്രസൻറ്റ് ഫോമാണ്. വോസ് വേർ അത് പാസ്റ്റ് ഫോമാണ്. ഇനി ബീയിങ് എന്നൊരു വാക്കുണ്ട്, BEING ഫോമാണ്. അതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കും. ലാസ്റ്റ് ബീൻ എന്നൊരു ഫോമുണ്ട്, അതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കും. അപ്പം നോക്ക് 8 ഫോമായി. ബി, ഈസാമാർ, വോസ് വേർ, ബീയിങ്, ബീൻ. ഇതാണ് ബിയുടെ 8 ഫോം. അതിൽ നമ്മളിപ്പം പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഫോമാണ് ഉപയോഗിക്കാൻ പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കുക. അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യം അയാൾ എന്താ ചോദിച്ചത്? നീ ഇപ്പോൾ എവിടെയാണെന്നാണ് ചോദ്യം. വേർ ആർ യു നൗ? വേർ ആർ യു നൗ? അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? ഐ ആം എബ്രോഡ്. ഐ ആം എബ്രോഡ്. ഞാനിപ്പോൾ വിദേശത്താണ്. ഐ ആം എബ്രോഡ്, ഞാൻ വിദേശത്താണ്. രണ്ടാമത്തെ ചോദ്യം, വേർ വേർ യു? നീ എവിടെയായിരുന്നു? ഐ വാസ് എബ്രോഡ്, ഞാൻ വിദേശത്തായിരുന്നു. ഐ വാസ് എബ്രോഡ്. ഇനി അടുത്തത്, വേർ വിൽ യു ബി? നീ എവിടെ ആയിരിക്കും? ഐ വിൽ ബി
എബ്രോഡ്. അപ്പോൾ ഈ 3 സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്ക്. ഐ ആം എബ്രോഡ്, ഐ വാസ് എബ്രോഡ്, ഐ വിൽ ബി എബ്രോഡ്. അപ്പം പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും പഠിച്ചു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഇപ്പോൾ കുട്ടികളോടൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കും. ഹൗ ഓൾഡ് ആർ യു ദിസ് ഇയർ? ഹൗ ഓൾഡ് ആർ യു ദിസ് ഇയർ? നിനക്ക് ഈ വർഷം നിൻ്റെ പ്രായം എത്രയാണ്? I'm 20 this year. I am 20. How old were you last year? കഴിഞ്ഞ വർഷം നിൻ്റെ പ്രായം എന്താണ്? I was 19 last year. കഴിഞ്ഞ വർഷം എൻ്റെ പ്രായം. How old will you be next year? അടുത്ത വർഷം നിൻ്റെ പ്രായം എന്താണ്? I will be 21 next year. അപ്പോൾ ഇത് 3 വന്നില്ലേ? പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. How old are you this year? How old were you last year? How old will you be next year? ഉത്തരം നോക്ക്. I'm 20 this year. I was 19 last year. I will be 21 next year. ഇനി വേറൊരു 3 ചോദ്യങ്ങളോട് ചോദിക്കാം. What day is today? What day is today? ഇന്ന് എന്താണ് ദിവസം? What day is today? Today is Monday. Today is Monday. ഇന്ന് തിങ്കളാഴ്ചയാണ്. What day was yesterday? ഇന്നലെ എന്തായിരുന്നു ദിവസം? ചിലപ്പോൾ നമ്മൾ ചോദിക്കും ഇന്നലെ എന്തായിരുന്നു ദിവസം? What day was yesterday? Yesterday was Sunday. What day will be tomorrow? നാളെ എന്തായിരിക്കും ദിവസം? Tomorrow will be Tuesday. So today is Monday, yesterday was Sunday, and tomorrow will be Tuesday. ചോദ്യം എങ്ങനെയാ പറയുന്നത്? What day is today? What day was yesterday? What day will be tomorrow? ഇതിങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ ഈ സമ്മർ വാസ് വെർ വിൽ ബി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും നോക്കേണ്ടതുള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ ഇപ്പോൾ ഒരു മീറ്റിങ്ങിലായിട്ടോ ഞാൻ പിന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു അതാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്, അല്ലെങ്കിൽ പറയും എന്നെ വിളിക്കരുത് കേട്ടോ ഞാനൊരു മീറ്റിങ്ങിലായിരിക്കും. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് പറയാം? ഐ ആം അറ്റ് എ മീറ്റിംഗ്, ഐ വാസ് അറ്റ് എ മീറ്റിംഗ്, ഐ വിൽ ബി അറ്റ് എ മീറ്റിംഗ്. ഇങ്ങനെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു ഓരോ ദിവസവും നിത്യജീവിതത്തിൽ ഓരോ ഫ്രേസ് പഠിക്കുകയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റോളൻ മാംഗോസ് ആർ സ്വീറ്റ്. സ്റ്റോളൻ മാംഗോസ് ആർ സ്വീറ്റ്, അതായത് മോഷ്ടിച്ച കട്ടെടുക്കുന്ന മാമ്പഴത്തിന് മാധുര്യം കൂടുന്ന. അത് തന്നെ വേറൊരു സ്റ്റോളൻ ഫ്രൂട്ട് ഈസ് ദ സ്വീറ്റസ്റ്റ് എന്നും ഇംഗ്ലീഷിൽ പറയും. അത് കട്ടെടുത്ത മോഷ്ടിക്കുന്ന ഏത് പഴമായിക്കട്ടെ ആ പഴമായിരിക്കും ഏറ്റവും മധുരമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം ഈ രണ്ടും ഒരേ ഇതാണ്. സ്റ്റോളൻ മാംഗോസ് ആർ സ്വീറ്റർ ഓർ സ്റ്റോളൻ ഫ്രൂട്ട് ഈസ് ദ സ്വീറ്റസ്റ്റ്. എന്താ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അമ്മ ഇനി എത്ര നമുക്ക് വയറ് നിറച്ച് തന്നാലും അമ്മ കാണാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പമൊക്കെ ഇവിടുന്ന് മോഷ്ടിച്ചെടുക്കുമ്പം അതിനൊരു പ്രത്യേക സുഖമുണ്ട്. ആ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് സ്റ്റോളൻ മാംഗോസ് ആർ സ്വീറ്റ്. അതില്ലെങ്കിൽ വേറൊരു പ്രയോഗമുണ്ട്. ഒരു ചെറിയ അത്ര നല്ലൊരു ഏർപ്പാടല്ലെങ്കിൽ പോലും അത് പറയാതിരിക്കാൻ വയ്യ. അതായത് വീട്ടിൽ അതിസുന്ദരിയായ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ അതിസുന്ദരിയായ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ചിലവരെ സംബന്ധിച്ച് അതൊരു മനോരോഗത്തിൻ്റെ എന്തോ ഒരു ഇതാണ്. അയൽപ്പക്കത്തേക്കൊരു ഒളിഞ്ഞു നോട്ടം, അതെന്തോ ഒരു ഇഷ്ടപ്പെടലുണ്ട്. ആ സമയത്ത് നമ്മൾ പറയുന്ന ഒരിതാണ്, ഇവിടെ ഏറ്റവും നല്ലതുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിലും അയൽപ്പക്കത്തേക്ക് നോക്കുന്ന ആ ഒരു പ്രയോഗത്തിനും, അതായത് മറ്റുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങളിലേക്ക് പോകുന്ന അപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാണ് സ്റ്റോളൻ മാംഗോസ് ആർ സ്വീറ്റ് ഓർ സ്റ്റോളൻ ഫ്രൂട്ട് ഈസ് ദ സ്വീറ്റസ്റ്റ്. അത് ഇതിൻ്റെത് അറിയാഞ്ഞിട്ടാണ്. കുറേ കഴിയുമ്പോൾ മനസ്സിലാകും. നമ്മുടെ സൈക്കോളജിസ്റ്റ് മാത്യു വെല്ലൂരൊക്കെ പറഞ്ഞതുപോലെ എല്ലാം തുല്യമാണെന്ന്. കുറേ കഴിയുമ്പോഴാണ്, അനുഭവം വരുമ്പോഴാണ് അറിയാം. പക്ഷെ ആദ്യം തോന്നും എന്തോ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റോളൻ മാംഗോസ് ആർ സ്വീറ്റർ ഓർ സ്റ്റോളൻ ഫ്രൂട്ട് ഈസ് ദ സ്വീറ്റസ്റ്റ് എന്ന പ്രയോഗം വരുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിലൊരു പ്രയോഗമാണ്. ഇതിനോടനുബന്ധമായിട്ടൊരു കാര്യം കൂടിയുണ്ട്, അത് നമുക്ക് അടുത്തതിൽ പഠിക്കാം. So friends, let's wind up here. Thank you very much for watching. Let's meet again with a new lesson. Goodbye.